പി വധക്കേസിൽ 12-ാം പ്രതിയായ CPIM നേതാവ് ജ്യോതി ബാബുവിന് ജാമ്യം നൽകുന്നതിനെ എതിർത്ത് സംസ്ഥാനം. ഹീനമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് വാദം. സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. ഷബ്ന ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷബ്ന, എന്താണ് വിവരങ്ങൾ? TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയായ ജ്യോതി ബാബുവിന് ജാമ്യം നൽകരുത് എന്നൊരാവശ്യമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ജ്യോതി ബാബു സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ചികിത്സ വേണം, അതുകൊണ്ട് ഇടക്കാല ജാമ്യം അനുവദിക്കണം എന്നൊരാവശ്യം ഉന്നയിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ കോടതി ഇതുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് തന്നെ ജാമ്യം അനുവദിക്കാൻ പറ്റില്ല, രേഖകളും സാക്ഷിമൊഴികളും അടക്കം പരിശോധിക്കണം എന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടി. ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാർ ഈ ജാമ്യത്തെ എതിർത്താണ് കോടതിയിൽ വിശദീകരണം നൽകിയിട്ടുള്ളത്. ഹീനമായ കുറ്റകൃത്യം ചെയ്ത പ്രതിയാണ്, ജാമ്യം നൽകരുത്, ഏതെങ്കിലും തരത്തിൽ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ചികിത്സ ജയിലിൽ നൽകാനുള്ള സൗകര്യമൊരുക്കും, അത്തരത്തിലുള്ള പ്രതികൾക്ക് ജാമ്യം നൽകുന്നത് തെറ്റായ സന്ദേശം നൽകും എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. നേരത്തെ TP ചന്ദ്രശേഖരൻ്റെ ഭാര്യ KK രമയും ഈ ജാമ്യത്തെ എതിർത്ത് സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. നിരവധി തവണ പരോൾ അനുവദിച്ചിട്ടുണ്ട് ഈ കേസിലെ പ്രതികൾക്ക്. ഇത്തരത്തിൽ പരോൾ അനുവദിക്കുകയും ജാമ്യം നൽകുകയും ചെയ്യുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നതാണ് എന്ന് രമയും അത്തരത്തിലുള്ള വാദം ഉന്നയിച്ചിരുന്നു. ആ രീതിയിൽ കോടതിയിൽ കേസ് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഈ രീതിയിലുള്ള ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുള്ളത്. റൈറ്റ്, ഷബ്നയാണ് വിവരങ്ങൾ നൽകിയത്.